ദൈവത്തിൻ്റെ തന്നെ തിരുനാമ വാഴ്ത്തുമാറാകട്ടെ. വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിനു വേണ്ടി ഒരുങ്ങുകയും ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവദാസീദാസന്മാർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ സമയത്ത് അറിയിക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം നമ്മുടെ ആത്മീയ സഭകളിൽ നമ്മുടെ യുവജനങ്ങൾക്ക് എന്ത് പറ്റി എന്ന ഒരു സന്ദേശമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ആത്മീയ കുടുംബങ്ങളുടെ തലമുറകളെല്ലാം, ഏകദേശമുള്ള തലമുറകളെല്ലാം ദൈവത്തിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നു. അതിന് കാരണം എന്താണ്? പല ദൈവദാസന്മാരും, പല സഭകളും, പല സംഘടനകളും അതിനെക്കുറിച്ച് ഒരു കാര്യം വിചിന്തനം ചെയ്യാതെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ദൈവസഭയുടെ മൂല്യച്യുതിക്ക് കാരണമായി തീരാൻ പോവുകയാണ്. നമുക്കറിയാം, ഇംഗ്ലണ്ട് പോലുള്ള ക്രൈസ്തവ രാജ്യങ്ങളിൽ ഒരു ഉണർവിൻ്റെ കാറ്റ് ആഞ്ഞടിച്ച രാജ്യങ്ങളാണ് ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങൾ. ആ രാജ്യങ്ങളിൽ ഈ സിനിമാശാലകൾ പോലും ദൈവദാസന്മാർ വാടകയ്ക്കെടുത്ത് വലിയ ഉണർവ് അതിനകത്ത് സംഭവിച്ച ചരിത്രങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ആലയത്തിനകത്ത് ആരാധനയ്ക്ക് വൃദ്ധന്മാരായിരിക്കുന്ന ചിലർ മാത്രം ആയ ഒരു ഗതികേടിലേക്ക് പല രാജ്യങ്ങളിലെയും ദൈവസഭകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മുടെ കേരളക്കരയിൽ മാത്രമല്ല, ഭാരതത്തിൽ മുഴുവനും നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ദൈവസഭകളിലും ഇത് ഇങ്ങനെ തന്നെ സംഭവിക്കാൻ പോവുകയാണ്. കാരണം അടുത്തൊരു തലമുറയെ ശ്രദ്ധിക്കുവാൻ ഇവിടുത്തെ നേതൃത്വത്തിന് കഴിയാതെ പോവുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ആത്മീയ ഭവനങ്ങളുടെ തലമുറകൾ, അവരുടെ രീതികൾ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞായറാഴ്ച പള്ളിയിൽ വരുന്നുണ്ട്, ആരെയോ പ്രസാദിപ്പിക്കാൻ, അപ്പനെയോ അമ്മയെയോ അതോ ഉപദേശിയോ. അവർ ബൈബിൾ കൊണ്ടുവരുന്നവരുണ്ട്, കൊണ്ടുവരാത്തവരുണ്ട്. പക്ഷേ മൊബൈൽ മസ്റ്റാണ് അവരുടെ കയ്യിലുണ്ടായിരിക്കും. 2, അവർ ദൈവസഭയ്ക്കകത്ത് വന്നാൽ അവർ കരമടിക്കില്ല, നാവ് തുറക്കില്ല. ദൈവവചനത്തോട് യാതൊരു കൂറും പുലർത്താതെ അവർ 2-2.5 മണിക്കൂറോ ഇരുന്ന് ആ വിശുദ്ധ ആലയത്തിനകത്തിരുന്ന് മൊബൈലിൽ ചാറ്റ് ചെയ്യുകയും മറ്റുള്ളത് കണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരിടമായി നമ്മുടെ ആലയങ്ങൾ മാറുന്നില്ലേ? 2, നമ്മുടെ ആത്മീയ തലമുറകൾ പലരും മദ്യത്തിന് ഇന്ന് അടിമയാണ്, മയക്കുമരുന്നിന് അടിമയാണ്. MDMA പോലുള്ള മാരകമായ രാസലഹരിക്ക് അടിമ മാത്രമല്ല, അത് വിൽക്കുന്നവരായി പല ആത്മീയരുടെ മക്കൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കൊലപാതക കുറ്റങ്ങൾക്കും വ്യഭിചാരങ്ങൾക്കും അന്യജാതികളായിരിക്കുന്ന പെൺകുട്ടികളെയും പുരുഷന്മാരെയും സ്നേഹിച്ച് അവർ ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായി നമ്മുടെ ആത്മീയ സഭയിലെ തലമുറകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ വെറുതെ അല്ല പറയുന്നത്, വ്യക്തമായ തെളിവോടുകൂടെയാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പുറമേ കാണുന്ന കുറെ അന്യഭാഷയും പുറമേ കാണുന്ന ആത്മീയതയുടെ പ്രകസനങ്ങളല്ല യഥാർത്ഥമായ ഉണർവെന്ന് പറയുന്നത്. നമ്മുടെ ഉപവാസങ്ങൾക്കൊരു കുറവില്ല, കൺവെൻഷന് കുറവില്ല, ക്രൂസേഡുകൾക്ക് കുറവില്ല. പക്ഷേ നമ്മുടെ തലമുറ എവിടെയാണെന്ന് അത് ചിന്തിക്കുവാൻ നമ്മുടെ ആത്മീയ ലോകത്തിന് കഴിയാതെ പോകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങളിൽ സഭകൾ ശൂന്യമായതുപോലെ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന പിതാക്കന്മാർക്കും മാതാക്കന്മാർക്കും വേണ്ടി മാത്രമായി സഭകൾ വേർതിരിക്കുന്നത് പോലെ ആകാൻ പോവുകയാണ്. ഇത് നേതൃത്വങ്ങളും ദൈവദാസന്മാരും ഈ വിഷയത്തിൽ വ്യക്തമായി ദൈവവചനപ്രകാരം നമ്മൾ പോകാതിരുന്നാൽ നമ്മുടെ തലമുറകൾ ലോകത്തിന്റെ പിന്നാലെ പോകുവാൻ പോവുകയാണ്.
ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന മാതാവേ, പിതാവേ, ദൈവദാസന്മാരെ, ഒരുപക്ഷെ നമ്മുടെ തലമുറകൾ കൈവിട്ടു പോയെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഇല്ല, ഇനിയും നമുക്ക് സമയമുണ്ട് അവരെ തിരിച്ചു പിടിക്കാൻ. നോക്കണം, പല സഭകളിലും കാണുന്ന ഒരു കാഴ്ചയാണ്, കുഞ്ഞുങ്ങളെല്ലാം അല്ലെങ്കിൽ യൂത്തെല്ലാം, യുവതി യുവാക്കളെല്ലാം ദൈവത്തിൽ നിന്നും അകന്നപ്പോൾ നേതൃത്വം ചെയ്ത കാര്യം എന്തെന്നറിയണ്ടേ? ഇവരെ സഭയ്ക്കകത്ത് പിടിച്ചു നിർത്താൻ ക്രിക്കറ്റ് ടീം തുടങ്ങി, ഫുട്ബോൾ ടീം തുടങ്ങി, ചിലടത്ത് ജിംനാസ്റ്റിക് സഭയോട് ചേർന്ന് തുടങ്ങി. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ആത്മീയമായ കാഴ്ചപ്പാടുകൾ എത്രമാത്രം അധപ്പതിച്ചു പോയി നോക്കണം. ഈ ക്രിക്കറ്റ് ടീമിന്റെ ലീഡർ പാസ്റ്ററാണ്. ഞാൻ കണ്ടതുകൊണ്ടാണ് പറയുന്നത്, കാണാതെ ഞാൻ ഒന്നും പറയുന്നില്ല. ചിലടത്ത് ഫുട്ബോൾ ടീമിന്റെ ലീഡർ പാസ്റ്ററായിരിക്കും. എന്തിനാ പാസ്റ്ററെ ഈ ക്രിക്കറ്റ് ടീം? എന്തിനാ പാസ്റ്ററെ സഭയിൽ ഒരു ഫുട്ബോൾ ടീം? എന്തിനാ ജിംനാസ്റ്റിക് തുടങ്ങിയത്? വേറൊന്നിനുമല്ല, സഭയിൽ നിന്നും കുഞ്ഞുങ്ങൾ പോകരുതെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടെയാണ് നിങ്ങളത് തുടങ്ങിയതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഈ യൂത്ത് ക്രിസ്തുവിൽ നിൽക്കുന്നുണ്ടോ? ഈ കുഞ്ഞുങ്ങൾ ആത്മീയത്തിലാണോ? ഈ കുഞ്ഞുങ്ങളുടെ മേൽ എന്താ വസിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, ഈ തലമുറ പൊയ്ക്കൊണ്ടിരിക്കുന്നു, ആത്മീയ തലമുറ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പാപത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് സിനിമ വിലക്കിയ മാതാപിതാക്കളുടെ തലമുറ ഇന്ന് സിനിമ തിയേറ്ററിനകത്താണ്. ഒരു സമയത്ത് TV വിലക്കിയ ഇവരുടെ തലമുറ 24 മണിക്കൂർ മൊബൈലിനകത്താണ്. മൊബൈൽ ചില തലമുറകളെ അഡിക്റ്റാക്കി കഴിഞ്ഞിരിക്കുന്നു. ലോകമോഹം ചില തലമുറകളെ അഡിക്റ്റാക്കി കഴിഞ്ഞിരിക്കുന്നു. ഫാഷൻ ചില തലമുറകളെ അടിമയാക്കി കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ അടിമയാക്കി വെച്ചിരിക്കുന്നത് പോലെ ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കാൻ കഴിയാതെ നമ്മുടെ തലമുറകളെ അടിമയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ തിരിച്ചറിയാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ പള്ളിയിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു, കൈയടിക്കുന്നു. അതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മീയത എന്ന് നിങ്ങൾ കാണരുത്. നിങ്ങൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും ആത്മീയ മണ്ഡലത്തിലില്ല. പരിശുദ്ധാത്മാവ് പ്രാപിച്ച തലമുറകൾ പോലും ഇന്ന് പരിശുദ്ധാത്മാവിൽ ആരാധിക്കാൻ അവർ കഴിയുന്നില്ല. അന്യഭാഷയിൽ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിച്ച തലമുറകൾ പോലും അന്യഭാഷകളും ദൈവികമാകുന്ന പ്രവൃത്തികളും അവരിൽ നിന്നും അറ്റുപോയിട്ട് നാളുകൾ, വർഷങ്ങളായി മാറി. ഇത് എന്തുകൊണ്ടാണ് എന്ന് നാം ഇന്നും തിരിച്ചറിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുട്ബോൾ ടീമും ക്രിക്കറ്റ് ടീമും ജിംനാസ്റ്റിക് ഒക്കെ നമ്മുടെ സഭയിൽ വന്നു കഴിഞ്ഞാൽ ദൈവദാസന്മാർ, സംഘടനക്കാർ വിചാരിക്കുന്നത്, അയ്യോ നമ്മുടെ ചെറുപ്പക്കാർ ഈ സഭ വിട്ടു പോകത്തില്ല. പക്ഷെ സഭ വിട്ടു പോകത്തില്ല, പക്ഷെ ഇവർ ദൈവത്തെ വിട്ടുപോയിട്ട് വർഷങ്ങളോളമായി. അത് തിരിച്ചറിയാനുള്ള ഒരു ആത്മീയ കാഴ്ചപ്പാട് ഇന്ന് ആത്മീയമായ നിൽക്കുന്ന ദൈവദാസന്മാർക്ക് നഷ്ടപ്പെട്ടിരിക്കുക. നമ്മുടെ ക്യാമ്പുകൾ ഇന്ന് നടത്തുകയാണ്. ക്യാമ്പുകൾ 3-4 ദിവസം ക്യാമ്പുകൾ നടത്തും. അതിനകത്ത് എന്താണ് നടക്കുന്നത്? എല്ലാ ക്യാമ്പുകളെയും ഞാൻ വിമർശിക്കുന്നില്ല. ആത്മീയമായി വളരുന്ന ക്യാമ്പുകളുണ്ട്. പക്ഷേ പല ക്യാമ്പുകളും നടക്കുന്നത് പ്രേമമാണ്. നമ്മൾ ഇതൊക്കെ തിരിച്ചറിയാതെ പോകും. നമ്മൾ വെറും ആത്മീയമായ കാര്യം പറഞ്ഞ് നമ്മൾ തീരെ ആത്മീയ അന്ധന്മാരാകരുത്. നമ്മൾ ഓരോ ചലനങ്ങൾ നമ്മൾ ആത്മാവിൽ വീക്ഷിക്കുന്നവരായിരിക്കണം. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. ഇന്ന് നമ്മൾ ഈ ടീമൊക്കെ തുടങ്ങി. നിങ്ങൾ നോക്കണം, വരും നാളുകളിൽ കേരളത്തിന്റെ പല സഭകൾക്കകത്തും ബ്യൂട്ടി പാർലർ ഉണ്ടാകും. പിന്നീട് ഐസ്ക്രീം പാർലർ ഉണ്ടാകും. പിന്നെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടാകും. കോഫി ഹൗസ് ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനൊരു കാലഘട്ടം നമ്മുടെ കേരളക്കരയിൽ ഇങ്ങനെ പോയാൽ വരാൻ പോവുകയാണ്. യാതൊരു മാറ്റവുമില്ല. ഇത് എന്തുകൊണ്ടാണെന്ന്
ആത്മീയ ലോകം വിചിന്തനം ചെയ്യുന്നില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? നമ്മുടെ തലമുറ ഇങ്ങനെ പോകാനുള്ള കാര്യം എന്താണ്? ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യേശു ഒരു പ്രവചനാത്മാവിൽ താൻ ക്രൂശ് ചുമന്നുകൊണ്ട് പോകുമ്പോൾ യഹൂദ സ്ത്രീകൾ, യെരൂശലേം പുത്രിമാരും യേശുവിനെ നോക്കി കരയുമ്പോൾ പുള്ളി പറഞ്ഞൊരു വാക്കാണ്, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 28-ാം വാക്യം. അന്ന് ഈ ക്രൂശൻ ചുമന്നുകൊണ്ട് പോയ യേശു പറഞ്ഞൊരു വാക്ക്, നിങ്ങൾ എന്നെ ചൊല്ലി നിങ്ങൾ കരയാൻ നിൽക്കരുത്, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവാൻ യേശു അപ്പച്ചൻ നമ്മളോട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ തലമുറ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള കാര്യം പ്രാർത്ഥന, കണ്ണുനീരിന്റെ പ്രാർത്ഥന നമ്മുടെ തലമുറകൾക്ക് ലഭിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്, നല്ല ആരോഗ്യപരമായിട്ടുള്ള ആഹാരങ്ങൾ കൊടുക്കുന്നുണ്ട്, അവർ ആഗ്രഹിക്കുന്ന എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എത്ര നാൾ പ്രാർത്ഥിക്കുന്നു? എത്ര സമയം പ്രാർത്ഥിക്കുന്നു? നമ്മൾ പ്രാർത്ഥിക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾ UK പോകണം, നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല ജോലിയിൽ പ്രവേശിക്കണം, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നല്ല വീട് കിട്ടണം, ദേശത്ത് മാനിക്കപ്പെടണം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, കർത്താവേ, എൻ്റെ കുഞ്ഞ് വിശുദ്ധിയിൽ നിന്നും, എൻ്റെ കുഞ്ഞ് വേർപാടിൽ നിന്നും, എൻ്റെ കുഞ്ഞൊരു പാപത്തിൽ അകപ്പെട്ടു പോകരുതെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര മാതാപിതാക്കൾ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു? നിങ്ങൾക്കറിയണമോ, അനുഗ്രഹീതനായ പഴയ നിമിത്തിൽ ഒരു വിശുദ്ധനുണ്ട്. യഹോഭക്തനും ദോഷം വിട്ടകലുന്നവരും നീതിമാനുമായിരിക്കുന്ന ജോബ് എന്ന് പറയുന്ന ഭക്തൻ. തനിക്ക് 10 മക്കളുണ്ട്. ഈ 10 മക്കളുടെ ജീവിതത്തിൽ അവർ വിശുദ്ധന്മാരാണ്. എന്നാൽ ഒരു അപ്പൻ എന്നുള്ള നിലയിൽ ആഴ്ചയിൽ ഒരിക്കൽ കുഞ്ഞുങ്ങളെ വിളിച്ചു വരുത്തി ഓരോ വ്യക്തികൾക്കും അവർ മനസ്സുകൊണ്ട് പോലും, അവർ ചിന്ത കൊണ്ട് പോലും പാപം ചെയ്തു പോകുമോ എന്ന് ഭയന്ന്, ചെയ്തു പോയോ എന്ന് ഭയന്ന് ഒരപ്പൻ മക്കൾക്ക് വേണ്ടി ഓരോ വ്യക്തികൾക്കും വേണ്ടി യാഗം അർപ്പിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഒരു ഭക്തനായ മനുഷ്യൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എത്ര മണിക്കൂർ പ്രാർത്ഥിക്കുന്നു? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉയർച്ച പ്രാപിക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധിയിൽ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കാൻ എത്ര മാതാപിതാക്കൾ ഇന്ന് തയ്യാറാകുന്നുണ്ട്? നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ മണിക്കൂറോളം പ്രാർത്ഥിക്കുന്നത് ഭൗതിക നന്മ അവിടെ കുഞ്ഞുങ്ങൾ കിട്ടാൻ വേണ്ടിയാണ്. എൻ്റെ കുഞ്ഞ് പാപം ചെയ്യരുത്, എൻ്റെ കുഞ്ഞിൻ്റെ ഉള്ളിനകത്തൊരു പാപം കയറരുത്, എൻ്റെ കുഞ്ഞിനകത്ത് ഒരു അശുദ്ധി കയറരുത്, അവൻ വിശുദ്ധനായി നിത്യതയുടെ വെളിപ്പാട് പ്രാപിച്ചവനായി ഞാൻ എൻ്റെ കണ്ണടയുമ്പോൾ ഞാൻ എടുത്ത അതേ പുസ്തകം എടുത്തുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി അടരാടണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര മാതാപിതാക്കൾ ഇതിനകത്തുണ്ട്? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇവിടെയാണ് പരാജയം. നേതൃത്വത്തിന്റെ പരാജയമല്ല, നേതൃത്വം യൗവനക്കാർക്ക് പ്രാധാന്യം കൊടുക്കാത്തതിന്റെ പരാജയമല്ല. നിങ്ങൾക്കറിയണമോ, ഒരു തലമുറ പ്രാർത്ഥിക്കുന്ന തലമുറയായിരുന്നു. ഞങ്ങൾക്കൊക്കെ നന്നായിട്ടറിയാം. എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങളുടെ പാസ്റ്റർമാർ, ഞങ്ങളുടെ ചർച്ചകളിലായിരുന്ന പാസ്റ്റർമാർ തലമുറകളുടെ പേര് പറഞ്ഞ് ദൈവസന്നിധിയിൽ കരയുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് അമ്മച്ചിമാരൊക്കെയും അപ്പച്ചന്മാരൊക്കെയും മുഴങ്കാലിലിരുന്ന് തലമുറകൾക്ക് വേണ്ടി ഏങ്ങി കരയും. അവരുടെ തലമുറ ഒരു തലമുറ പോലും നശിച്ചു പോയിട്ടില്ല. എല്ലാ തലമുറകളിലും ആത്മീയമായി അവർ വളർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു തലമുറയുണ്ടായിരുന്നു. എന്നാൽ ദൈവം മാനിച്ചപ്പോൾ, ദൈവം അനുഗ്രഹിച്ചപ്പോൾ നമ്മുടെ ഇടയിൽ നഷ്ടപ്പെട്ടത് പ്രാർത്ഥന നഷ്ടപ്പെട്ടു. അന്ന് വലിയ ചർച്ചയില്ല, വലിയ ഫെസിലിറ്റി ഇല്ല, മൈക്കും കാര്യങ്ങളൊന്നുമില്ല, ഒരു ഡ്രം മാത്രമുണ്ട്, അത് വെച്ചാ കൊട്ടിപ്പാടുന്നത്. പക്ഷേ തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അന്നത്തെ ദൈവദാസന്മാർ നിർത്തിയില്ല, അന്നത്തെ മാതാപിതാക്കൾ കുറച്ചില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? സാഹചര്യങ്ങൾ എതിരായിട്ട് വന്നിട്ടും തലമുറകൾ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുവാനിടയായി.
മനസ്സിലായോ? ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ തലമുറകൾ, നമ്മുടെ സഭയുടെ തലമുറകൾ തെറ്റുവാനുള്ള ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് സാഹചര്യത്തിന്റെ കുറവോ ആരാധനയുടെ കുറവോ അല്ല. ദൈവസന്നിധി തലമുറകൾക്ക് വേണ്ടി കരയാൻ ഇന്ന് ദൈവദാസന്മാരില്ല, മാതാപിതാക്കൾ അതിന് തയ്യാറാകുന്നില്ല. നമ്മൾ ആ പഴയ അവസ്ഥയിലേക്ക് ജോബിനെ പോലെ നമുക്ക് 5 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 4 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയം വേർതിരിച്ച് നാം പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാവിലെ തീരുമാനമെടുക്കുവാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളുടെ ബുദ്ധി പറയുകയാണ്. ഇല്ല എങ്കിൽ നാളെയുടെ നീളകളിൽ വാർത്താ മാധ്യമങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്ന ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടേതായിരിക്കും. വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന അക്രമങ്ങൾ, അനീതികൾ, അശുദ്ധികൾ, ഇതിൻ്റെയൊക്കെ പിന്നിൽ നിങ്ങളുടെ തലമുറകൾ അകപ്പെട്ടു പോകാതിരിപ്പാൻ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന ഈ തലമുറയ്ക്കകത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധിയോടെ നിൽക്കാൻ അവർക്ക് കൊടുക്കേണ്ടത് വിദ്യാഭ്യാസമല്ല, അവർക്ക് കൊടുക്കേണ്ടത് പണമല്ല, അവർക്ക് കൊടുക്കേണ്ടത് അവർ ചോദിക്കുന്നതൊന്നുമല്ല. നിങ്ങൾ മാറിയിരുന്ന് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി കരയുവാൻ ദൈവത്തിന്റെ ദാസൻ എന്നുള്ള നിലയിൽ ആത്മാവിൽ ഞാൻ നിങ്ങളെ ബുദ്ധി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഭകളിൽ യൂത്തില്ല, സഭകളിൽ യൂത്ത് ഉണ്ട്. നമ്മുടെ സഭകളിൽ എവിടെയെങ്കിലും അന്യജാതിക്കാരൻ വന്നൊരു ബോർഡ് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ യൗവനക്കാർ അവിടെ എത്തും. നമ്മുടെ യൗവനക്കാർ രാഷ്ട്രീയത്തിലോട്ട് പോയി കഴിഞ്ഞു. ഈങ്ക്ലൗഡ് സുന്ദാവ് വിളിക്കുക, അവർ അവിടെ പോകാൻ തുടങ്ങി. ലോകത്തിന്റെ മയത്വത്തിലേക്ക് സഭ പോകാൻ തുടങ്ങി. കാരണം 1, അവർക്ക് പ്രാർത്ഥനയില്ല. 2, അവർക്കില്ലാത്തത് ഉപദേശമില്ല. ഉപദേശമില്ലാത്ത സഭ നാളെ പൊളിഞ്ഞിരിക്കും. ഉപദേശവും വേർപാടും ദൈവസഭയുടെ അരക്കച്ചയാണ്. പ്രാർത്ഥിക്കുന്ന സഭ ഉപദേശത്തിലും വേർപാടിലും നിന്നാൽ അടുത്ത തലമുറ അതുപോലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ സഭകളോട് പറയുന്നു, ദൈവസഭയ്ക്കകത്ത് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിള്ളേര് വന്നില്ല, ആ കുടുംബം വന്നില്ലെന്നല്ല, നമ്മളെ ഏൽപ്പിച്ച ഡ്യൂട്ടിയാണ് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവദാസന്മാരോട് പറയുന്നു, നമുക്കൊത്തിരി തിരക്കുകളാണ്. ആ തിരക്കുകൾ മാറ്റിവെച്ച് ദൈവം വന്ന തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നാളെ നമ്മൾ കണ്ണടയുമ്പോൾ നമ്മുടെ സ്ഥാനത്ത് നിന്ന് കർത്താവിനെ ഉയർത്തേണ്ടത്, യേശുവിന്റെ നാമത്തെ വളർത്തേണ്ടത്, യേശുവിന്റെ വചനം പ്രസംഗിക്കേണ്ടത് ദാണ്ട ഈ തലമുറകളാണ്. ഈ തലമുറകൾ ഇന്ന് പാപത്തിന്റെ കുരുക്കുകൾ അകപ്പെടാൻ കാരണം വേറൊന്നുമല്ല, ദൈവദാസന്മാരായ നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ മാത്രമല്ല, പ്രാർത്ഥന, കണ്ണുനീരിന്റെ പ്രാർത്ഥന അറ്റുപോയപ്പോൾ പിശാച് അവരെ വശീകരിക്കുവാനിടയായി. ആമേൻ. നിങ്ങൾക്കിത് മനസ്സിലായോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ സഭകളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ പ്രാർത്ഥനകൾ ക്രമീകരിക്കട്ടെ. നമ്മൾ വലിയ ക്യാമ്പുകൾ വെച്ച് ആർഭാടം കാണിച്ചു, വലിയ കൺവെൻഷൻ വെച്ചു, ആർഭാടം കാണിച്ചു, ഇത്ര 1000 പേര് വന്നു എന്ന് പറയുന്നതിനേക്കാൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പ് ദൈവസഭകളിൽ എഴുന്നേറ്റ് വരട്ടെ എന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളുടെ ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, 1, സഭയുടെ ദൈവദാസൻ, ദൈവം കൊടുത്തിരിക്കുന്ന ഈ ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, യുവതീവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം ദൈവദാസനുണ്ട്. പണ്ടത്തെ ദൈവദാസന്മാർ അങ്ങനെ ആയിരുന്നു. അവർക്ക് കുടിക്കാനും തിന്നാനും ഉടുക്കാനൊന്നും ഇല്ലെങ്കിലും അവർ ചാണകം മെഴുകി ആലയത്തിനകത്തിരുന്ന് ദൈവസന്നിധിയിൽ തലമുറകൾക്ക് വേണ്ടി കരയുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അന്ന് ദൈവസഭയ്ക്കകത്ത് ഉപദേശമുണ്ടായിരുന്നു, വേർപാടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ തലമുറകൾ, അടുത്ത തലമുറ എന്ത് ചെയ്തു? ഈ ഉപദേശത്തിലേക്ക് നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാതെ ദൈവവചനത്തിന്റെ ഉപദേശത്തിലേക്ക് കടന്നു പോകാൻ തുടങ്ങി. അത് നിമിത്തം തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കാൻ തുടങ്ങി. എന്നാൽ പിന്നത്തേതിൽ വന്ന തലമുറയ്ക്ക് വേണ്ടി അമ്മയപ്പന്മാരോ അടുത്ത് വന്ന ജനറേഷൻ വന്ന ദൈവദാസന്മാരോ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല.
പിന്നെ എന്താ പ്രാർത്ഥിച്ചത്? എൻ്റെ മകൾക്ക് ഡോക്ടറാകണം, എൻ്റെ മകന് എഞ്ചിനീയർ ആകണം, എൻ്റെ മകൻ IPS കാരനാകണം. പാസ്റ്റർ, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ചില സഭകളിലൊക്കെയും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്. എന്നാൽ പല ദൈവദാസന്മാർക്കും തിരിച്ചറിയാതെ പോകുന്ന ഒരു വിഷയമാണ് മക്കളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങൾ വഴിത്തലക്കിലെത്തിയിരിക്കുകയാണ് എന്ന് വെച്ച ദൈവ സന്നിധിയിൽ നിന്നും അവർ അകന്ന് ശത്രുവിന്റെ പാളയത്തിലേക്ക്, ശത്രുവിന്റെ കയ്യിലേക്ക്, ലോകത്തിന്റെ മോഹങ്ങളിലേക്ക്, പാപത്തിലേക്ക് കുരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയണമോ, എത്രയോ ആത്മീകരായി നിൽക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ വിദേശങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലും പഠിക്കാൻ പോയിട്ട് അന്യജാതിക്കാരിയായ പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നു. ഇത് ഇത്രയും വലിയ പാപമല്ലേ? ഇതിന് കാരണം എന്താണ്? അപ്പനമ്മമാർ വലിയ സ്ഥാപനങ്ങൾ, അവർക്ക് ജോലികളും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് എന്ത് വെച്ച് കൊടുക്കുന്നില്ല. പ്രാർത്ഥിക്കാൻ അവർ വിട്ടുപോയി. സഭ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. അവരെ UK അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു വിടുന്നു. പക്ഷേ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന ഒരു മതിലാണ്. അതുകൊണ്ടാണ് യിരെമ്യാ ഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 30-ാം വാക്യത്തിൽ നിന്നാണ് പറയുന്നത്, ദേശത്തിന് വേണ്ടി മതിലിന്റെ വിടവിൽ എന്റെ സന്നിധി നിൽക്കുവാൻ ഒരാളെ ഞാൻ അന്വേഷിച്ചു. കണ്ടോ, മതിലിന്റെ വിടവിൽ കൂടെ പിശാചകത്ത് കയറും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിനകത്തൊന്ന് കയറിയ പിശാച് ഉള്ളിനകത്തുനിന്ന് ദൈവവചനത്തെയും ആത്മീയതയും കർത്താവിന്റെ സാന്നിധ്യത്തെയും പുറത്താക്കി അവന്റെ പ്രോഡക്റ്റുകൾ, അവന്റെ മോഹങ്ങൾ, അവന്റെ ഇഷ്ടങ്ങൾ ആ വ്യക്തിയിൽ കൂടെ ചെയ്യുവാനിടയാകും. ഇങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ആത്മീയ മണ്ഡലത്തിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഒന്ന് മതിൽ കെട്ടി പ്രാർത്ഥിക്കാൻ, ആ വിടവ് നികത്തി പ്രാർത്ഥിക്കാൻ ആരുണ്ട്? ഏത് സഭ അതിനുവേണ്ടി ഒരുക്കപ്പെടുന്നു? ഇന്നും ഉണ്ട് കേട്ടോ. ആ നൂറുകണക്കിന് സഭ ദൈവദാസന്മാർ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, ദൈവത്താൽ മാനിക്കപ്പെടും. ഒക്കെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പക്ഷേ ഒന്ന് ദൈവദാസന്മാരുടെ കുറവ്, രണ്ട് മാതാപിതാക്കളുടെ കുറവ്. മക്കളെ ഹോമം നൽകുന്ന ദാനമാണ്. ഉദരബലം യഹോവയുടെ പ്രതിഫലം എന്നല്ലേ വചനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദാതാവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട തലമുറകളാകുവാൻ മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. വലിയ ഉത്തരവാദിത്തമാണ് മാതാപിതാക്കൾക്ക്, മക്കളുള്ള മാതാപിതാക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്നത്. അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാനല്ല, എങ്ങനെയെങ്കിലും പള്ളിയിൽ കൊണ്ടുവരാനല്ല. അവരൊരു വിശുദ്ധരായി മാറണം. ഒരു വിശുദ്ധ തലമുറ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, ദൈവദാസനെ ഒന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാകണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപവസിക്കണം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലവിളിക്കണം. അവർക്ക് ചിലപ്പോൾ ഇന്ന് നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ മുമ്പിൽ വളരെ ഭക്തന്മാരായിരിക്കാം, വിശുദ്ധന്മാരായിരിക്കാം, അവർ വചനം വായിക്കുന്നവരായിരിക്കാം. പക്ഷേ നാളെയുടെ നിളകളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വാഗ്ദാനത്തെ തകർക്കുവാൻ ഒളിവിടങ്ങളിൽ ഇരിക്കുന്ന പൈശാചിക വ്യാപാരമുണ്ട്. ഇതിനെ ആത്മ കണ്ണുകൊണ്ട് കണ്ട് പ്രാർത്ഥനയിൽ വെളിപ്പെട്ടു വന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചത് തകരുമ്പോൾ കുഞ്ഞുങ്ങളുടെ വാഗ്ദത്തം നിങ്ങളുടെ കുടുംബത്തിനകത്തും തലമുറകൾക്കും ആത്മീയമായ വിടുതലിനും അത് കാരണമായി തീരുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥിക്കാത്തവന് വരാൻ പോകുന്നത് വെളിപ്പെട്ട് വരികയില്ല. പ്രാർത്ഥിക്കാത്ത സഭയ്ക്ക് തലമുറയുടെ അടുത്ത പോക്കിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എത്രയോ കുഞ്ഞുങ്ങളാണ് പ്രിയമുള്ളവരെ ശംഭുവും അതുപോലെ തന്നെ മയക്കുമരുന്നുമായി സഭയ്ക്കകത്ത് കയറി വരുന്നു. ഇന്ന് എത്ര ദൈവദാസന്മാരുടെ കണ്ണുകൾ കാണുന്നത്, എത്രയോ കുഞ്ഞുങ്ങൾ മൊബൈലിൽ ദൈവഹിതമില്ലാത്ത ബന്ധങ്ങൾ വന്നു, എത്ര ദൈവദാസന്മാർ കാണുന്നു. കാരണം എന്തെന്ന് പ്രാർത്ഥനയില്ലാത്ത സഭ അന്ധതയുടെ സഭയാണ്. പ്രാർത്ഥനയില്ലാത്ത വീട് അന്ധതയുടെ വീടാണ്. പ്രാർത്ഥനയില്ലാത്ത വിശ്വാസി അന്ധനായ വിശ്വാസിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മുടെ തലമുറകളെ തിരിച്ചു പിടിക്കാൻ പറ്റുകയുള്ളൂ. നാളെയുടെ നീളകളിൽ നമ്മളെടുത്ത ആത്മീയമായ ദൈവത്തിന്റെ വചനം, ആത്മീയ വെളിപ്പാടുകൾ നമ്മുടെ തലമുറകൾ കാണണമെങ്കിൽ, തലമുറകൾ അനുഭവിക്കണമെങ്കിൽ നമ്മൾ ക്രിക്കറ്റ് ടീം വെച്ചാൽ പോരാ, നമ്മൾ ഫുട്ബോൾ ടീം ഉണ്ടാക്കിയാൽ പോരാ, നമ്മൾ ജിമ്മും ബാക്കിയുള്ള സെറ്റപ്പ് ചെയ്ത് പിള്ളേരെ ആകർഷിക്കാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. പ്രാർത്ഥിക്കണം. ഈ 2 മണിക്കൂർ ഫുട്ബോൾ കളിക്കുമ്പോൾ ഉപദേശിമാരെ കേട്ടുകൊള്ളണം, ചെന്നിട്ട് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ ഈ തലമുറയുടെ കണക്ക് നാം പറയേണ്ടി വരും.
നാം വില കൊടുക്കേണ്ടി വരും. എന്തോ ഒരു ദൈവദാസന്മാരുടെ തിരക്കാണ്, ഭയങ്കര തിരക്ക്. ചിലർക്ക് ബിസിനസ്സിൽ തിരക്കായി പോയി, ചിലർക്ക് പെണ്ണ് തരവ്, ചിലർക്ക് ആൺ തരവ്, ചിലർക്ക് മറ്റു പല ബിസിനസ് മേഖലകളിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ ദൈവം നിങ്ങളെ സഭയിലാക്കിയത്? വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നശിക്കുന്ന യൗവന തലമുറകളെ വേലികെട്ടി പ്രാർത്ഥിച്ചതിനകത്തിരുത്താൻ ദൈവം നിങ്ങളുടെ മേലൊരു അധികാരം തന്നിട്ടുണ്ട്. നമ്മൾ വിശ്വസ്തരെന്ന് എണ്ണിയിട്ടാണ് ഈ ശുശ്രൂഷ നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. പൗലോസ് ആ വാക്ക് പറയുന്നു, ഉദ്യോഗം എന്നാണ് പറയുന്നത്. നമ്മൾ വേറെ ഉദ്യോഗം തേടി പോകേണ്ട ആവശ്യമില്ല. നമ്മൾ വിശുദ്ധിയോട് 5 വിശ്വാസികളെ ഉള്ളോ, 5 ചെറുപ്പക്കാരാ നമ്മുടെ സഭയ്ക്കകത്തുള്ളൂ. ഈ 5 മക്കൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച് നിത്യതയുടെ വെളിപ്പാടിൽ അവരെ പണിഞ്ഞെടുത്താൽ മതി. ബാക്കി ദൈവം നമുക്ക് വേണ്ടി കരുതിക്കൊള്ളും. ദൈവം നമ്മളെ വെറുതെ വിടത്തില്ല. ഈ 5 തലമുറകളും ദൈവത്താൽ മാനിക്കപ്പെടും. ദേശത്ത് ദൈവസഭ ഈ തലമുറകളിൽ കൂടെ വളരുവാനിടയാകും. ആമേൻ, സ്തോത്രം. ഇന്ന് നോക്കണം, മദ്യം, നമ്മുടെ ഇടയിൽ മദ്യം കുടിക്കാത്ത പിള്ളേരുണ്ട്. ഈ പിള്ളേർ ബാംഗ്ലൂരോ UK എവിടെയെങ്കിലും പോകുമ്പോൾ കൂട്ടുകാരുമായി ഒരുമിച്ച് എടുത്തു വെക്കുന്ന സമയത്ത് എനിക്ക് വേണ്ട, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ദൈവം ഇതല്ലാണ്. കുഴപ്പമില്ലടാ, കുടിക്കടാ എന്ന് 5 പ്രാവശ്യം പറഞ്ഞ ഇവന്റെ മനസ്സ് മാറുന്നെങ്കിൽ അതിന്റെ അർത്ഥം അവന്റെ ഉള്ളിനകത്ത് ദൈവം ഇല്ല. അവൻ കഴിഞ്ഞ ആഴ്ചയും പള്ളിയിൽ വന്ന് അന്യഭാഷ പറഞ്ഞവരാ. IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർ. എത്രയോ കുടുംബ ബന്ധങ്ങളാണ് ചിന്ന ഭിന്നമായി മാറിക്കൊണ്ടിരിക്കുക. ഇത് അനാത്മീയന്റെ കാര്യമല്ല, ആത്മീയ ലോകത്തിലുള്ള കാര്യമാണ്. കല്യാണം കഴിച്ച് സുന്ദരനായിരിക്കുന്ന പിള്ളേരെ വിവാഹം കഴിച്ചു. 1 മാസമാകുമ്പോൾ കുടുംബജീവിതത്തിന് ഭിന്നത. കാരണം എന്താണ്? അകത്ത് ദൈവം ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? ഇതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആരുടെ കടമയാണ്? ദൈവദാസന്റെ കടമ. 2 അപ്പന്റെയും അമ്മയുടെയും കടമ. 3 സഭയുടെ കടമ. ഈ 3 മണ്ഡലങ്ങളിലും പ്രാർത്ഥിച്ചാൽ നമ്മുടെ തലമുറ തേജസ്സോടെ എഴുന്നേറ്റ് വരും. കഴിഞ്ഞ നാളുകളിൽ കണ്ടിട്ടില്ലാത്ത ഉണർവ്, ഞാൻ പറയുന്ന ഉണർവ് ഇന്നത്തെ ന്യൂ ജനറേഷൻ ഉണർവിനെ അല്ല ഞാൻ പറയുന്നത്. ഉണർവെന്ന് പറയുന്നത് ജീവിത വിശുദ്ധിയും വേർപാടും കാത്തു സൂക്ഷിക്കുന്നവന്റെ അകത്തുനിന്ന് ഉയരുന്ന ശബ്ദത്തെയാണ് ഉണർവെന്ന് പറയുന്നത്. അല്ലാണ്ട് ഇവിടെ തൊപ്പി വെച്ച്, നമുക്കറിയാം ആത്മീയ ലോകത്തുള്ള വിശ്വാസികളുടെ തലമുറകൾ ഇന്ന് തൊപ്പി വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഹെയർ സ്റ്റൈലേ തൊപ്പിയായിട്ടാണ് നടക്കുന്നത്. ഞാൻ കുറ്റം പറയുന്നതല്ല, പിള്ളേരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവർ തൊപ്പിയിലായി. ഈ തൊപ്പി എവിടെയുള്ള സാധനമാണ്? ഇത് ജാതിയുടെ സാധനമാണ്. തൊപ്പിയിലായി. അവരുടെ വസ്ത്രധാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരുടെ പെരുമാറ്റം കണ്ടിട്ടുണ്ടോ? പള്ളിയിൽ വരുമ്പോൾ എന്നാ ആരാധന, എന്നാ അന്യഭാഷ, തലമുടി നീട്ടി വളർത്തിയിട്ട് ഗിറ്റാറിസ്റ്റ്, വർഷിപ്പ് ലീഡർ. ആരാ? വ്യവസ്ഥ തെറ്റിയവൻ. മനസ്സിലായില്ലേ? ഇത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് ആത്മലോകത്തിൽ നിന്ന് തലമുറകൾ അനാത്മീയരായി മാറി എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററുടെ മകൻ ഈ ക്രിസ്ത്യാനികൾ യേശു തെറ്റാണെന്ന്, യേശുവിന്റെ മാർഗം തെറ്റാണെന്ന് പുള്ളി പറയുന്നത് കേൾക്കുവാനിടയായി. ഇതൊരു തീവ്രവാദമായ മാർഗമെന്ന് പറയാനിടയായി. പുള്ളി അപ്പൻ പഠിപ്പിച്ചതെല്ലാം ഇങ്ങനെ പഠിച്ചുകൊണ്ട് വന്നു. പക്ഷെ എന്ത് ചെയ്തില്ല? അത് ആ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ ദൈവദാസന് കഴിഞ്ഞു കാണൂലായിരിക്കാം. ഞാൻ തെറ്റെന്നല്ല പറയുന്നത്. നമ്മുടെ ആത്മീയമായി പിശാച് നമ്മുടെ കണ്ണുകളെ അന്ധമാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു പ്രായം വരെ പള്ളിയിൽ വരും, അവർ അന്യഭാഷ പറയും. നമ്മളെ പേടിച്ചിട്ടാ, സഭയെ പേടിച്ചിട്ടാ. കുഞ്ഞുങ്ങൾ ഒറ്റക്കാലിൽ നിൽക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ സ്വഭാവം മാറും. അന്ന് മാറാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് പറയുന്നത്, പ്രാർത്ഥിക്കണം. സ്തോത്രം. ഇനി ഒരു വാക്യം കൂടെ പറയട്ടെ. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം ഒന്ന് വായിച്ച് ഞാൻ കേൾപ്പിക്കാം. അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു. സിയോൻ പുത്രിയുടെ മതിലേ, രാവും പകലും ഓലോലോ കണ്ണുനീരൊഴുക്കുക. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്, നിന്റെ കൺമണി വിശ്രമിക്കരുത്. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കുക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. എന്തിനാണ്? വീഥികളുടെ തലക്കിലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ
ജോലിക്ക് വേണ്ടിയല്ല, ഭാവിക്ക് വേണ്ടിയല്ല, ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈ ഉയർത്തുക. മനസ്സിലായോ? അവിടെ ജീവരക്ഷയ്ക്ക് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് നിലവിളിക്കേണ്ടത്. നമ്മൾ എന്തിനാ പിള്ളേർക്ക് വേണ്ടി 21 വഴിയിരിക്കുന്നത്? ചില അമ്മമാര് പിള്ളേർ പരീക്ഷ എഴുതുന്ന നേരത്ത് ആ പരീക്ഷ തീരുന്നൊരു ഉപവാസം. എന്തിനാ? ജയിക്കാൻ വേണ്ടി ഉപവാസം, ബുദ്ധി കൊടുക്കാൻ വേണ്ടി ഉപവാസം. ഈ അമ്മമാർ ആ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? വചനം പറഞ്ഞ യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്നവർക്ക് എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. ഒരു കുഞ്ഞ് ആത്മരക്ഷകനെ കണ്ടെത്തിയാൽ, നിത്യരക്ഷ അവൻ പ്രാപിച്ചു കഴിഞ്ഞാൽ, അവൻ കർത്താവുമായുള്ള ഒരു ബന്ധത്തിൽ വന്നാൽ അവന്റെ ഭാവി സുരക്ഷിതമാണ്. അതിനെ ഓർത്ത് ആകുലപ്പെടേണ്ട ആവശ്യമില്ല. ആകയാൽ എന്റെ മാതാപിതാക്കളോട് പറയട്ടെ, നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം? കർത്താവിന്റെ സന്നിധി കർത്താവിനോട് നിലവിളിക്കണം. എങ്ങനെ? ഹൃദയം കർത്താവിനോട് നിലവിളിക്കണം. എന്തിനു വേണ്ടിയാ? കുഞ്ഞുങ്ങൾ വഴിത്തലക്കലായിരിക്കുക, പിള്ളേര് വിശപ്പ് കൊണ്ട് തീരാൻ പോവുകയാണ്, പിള്ളേര് ശത്രുവിന്റെ കയ്യിൽ അകപ്പെടാൻ പോവുകയാണ്, മയക്കുമരുന്നിന്റെ അടിമയായി തീരാൻ പോവുകയാണ്, വ്യഭിചാരത്തിന്റെ അടിമയായി തീരാൻ പോവുകയാണ്, മദ്യപാനത്തിന്റെ അടിമയായി തീരാൻ പോവുകയാണ്. അതിനു മുമ്പ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ അവരുടെ കയ്യിൽ വീടുന്നതിന് മുമ്പ് മാതാവേ, പിതാവേ, ദൈവദാസനെ നമ്മളെ ഏൽപ്പിച്ച കൃത്യമായി കൃത്യനിഷ്ഠയോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഒന്നിവിടെ പറയുന്നു എങ്ങനെ പ്രാർത്ഥിക്കണം. ഹൃദയം കർത്താവിനോട് നിലവിളിക്കണം. ഭർത്താവിനോടല്ല നിലവിളിക്കേണ്ടത്, കർത്താവിനോട് നിലവിളിക്കണം. പാസ്റ്ററോടല്ല നിലവിളിക്കേണ്ടത്, കർത്താവിനോട് നിലവിളിക്കണം. 2, സീയോൻ പുത്രിയുടെ മതിലേ, രാവും പകലും ഓരോരോ കണ്ണുനീരൊഴുക്കണം. 1, കർത്താവിനോട് നിലവിളിക്കണം. 2, രാത്രിയും പകലും ഓരോരോ കണ്ണുനീരൊഴിക്കുക. ആർക്ക് വേണ്ടി? തലമുറകൾക്ക് വേണ്ടി. 3, നിനക്ക് തന്നെ സ്വസ്ഥത കൊടുക്കരുത്. ഈ കുഞ്ഞുങ്ങൾ ജീവരക്ഷയിലേക്ക്, നിത്യനായ ദൈവത്തിന്റെ അടുക്കിലേക്ക്, ആത്മാവിന്റെ അഭിഷേകത്തിലേക്ക് വരുന്നത് വരെയും എന്ത് ചെയ്യരുത്? സ്വസ്ഥത കൊടുക്കരുത്. അടുത്ത് പറയുന്നു, നിന്റെ കൺമണി വിശ്രമിക്കരുത്. സ്തോത്രം. മൊബൈലിൽ 24 മണിക്കൂറും മൊബൈലിനകത്തിരിക്കുന്നവരെ, സീരിയലിന്റെ മുമ്പിൽ ഇരിക്കുന്നവരെ, സിനിമയുടെ മുമ്പിൽ ഇരിക്കുന്നവരെ, പരദൂഷണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ തലമുറ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശത്രു അടിമയാക്കി പോവുകയാണ്. നിങ്ങൾക്കറിയണം, ഇസ്രായേൽ മക്കൾ വെറുമൊരു നിസ്സാരമായ ഒരു വിഷയത്തിലാണ് 430 വർഷം പിശാച് അടിമയാക്കിയിട്ടത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒന്നിൽ അടിമപ്പെട്ടു പോയാൽ പിന്നത്തേതിടെ കരച്ചിൽ, പിന്നത്തെ ഉപവാസം, പിന്നത്തെ അന്യഭാഷ, പിന്നത്തെ നമ്മുടെ തീരുമാനങ്ങൾ ചിലപ്പോൾ അവരെ തിരിച്ചു കിട്ടാൻ സാധ്യത കുറവാണ്. ഒരുപക്ഷെ കിട്ടിയാലും നമ്മൾ ഒത്തിരി വില കൊടുക്കേണ്ടി വരും, ഒത്തിരി കരയേണ്ടി വരും. അത് വരാതിരിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ കൺമണി വിശ്രമിക്കരുത്. അടുത്ത വാക്യം വായിക്കുന്നു, രാത്രിയിൽ യാമാരംഭത്തിങ്കൽ. കേട്ടോ, രാത്രിയിലും യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കുക. നിന്റെ ഹൃദയം വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. കാരണം എന്താണ്? വീഥികളുടെ തലക്കിലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി അവങ്കിലേക്ക് കൈ മലർത്തുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഭയിൽ നിന്ന് ആ പിള്ളേർ വിട്ടുപോയിരിക്കുക, ദൈവത്തിൽ നിന്ന് വിട്ടുപോയിരിക്കുക, ആത്മലോകത്തിൽ നിന്ന് വിട്ടുപോയിരിക്കുക, പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയി, വിശുദ്ധിയിൽ നിന്ന് വിട്ടുപോയിരിക്കുക. ഇപ്പോഴെവിടെയാ? വഴിത്തലയ്ക്കൽ. ഇനി താണ്ടെ ഇവിടെ നിന്ന് അപ്പുറത്തെത്തിക്കഴിഞ്ഞാൽ അത് ശത്രുവിന്റെ പാളയത്തിലെത്തും. ശത്രുവിന്റെ പാളയത്തിലെത്തിയാൽ, യേശു ശമരിയക്കാരന്റെ ഒരു ഉപമ പറഞ്ഞപ്പോൾ, യെരൂശലേമിൽ നിന്ന് ഒരു മനുഷ്യൻ എരിഹോവിലേക്ക് പോയി. അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവനെ അർത്ഥപ്രാണനാക്കി, അവന്റെ വസ്ത്രം ഊരിയെടുത്ത് അവനെ അർത്ഥപ്രാണനാക്കി അവിടെ ഇട്ടു. എന്ന് വെച്ചാൽ പകുതി ജീവൻ പകുതി മരിച്ചവനായി ഇട്ടിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ആകരുത് ആന്റി. ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കൈവിട്ടു പോയ ഒരു കുഞ്ഞായിരിക്കാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്നവരായിരിക്കാം. ആന്റി, നിർത്തരുത്. ഈ വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്ന പോലെ ദൈവസന്നിധി നിലവിളിക്കണം. നിങ്ങൾ ആ വിലാപങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ നോക്കണം, അവിടെ വായിക്കുന്നു ഈ പ്രവാചകന്മാർ ചെയ്തത്, അവിടുത്തെ ഉപദേശിമാർ ചെയ്തത് എന്തെന്നറിയട്ടെ? അവരുടെ അകൃത്യം മറച്ചു വെച്ചിട്ട് എന്ത് ചെയ്തു? അവർക്ക് നന്മയെ പ്രവചിക്കാൻ തുടങ്ങി. എന്റെ ദൈവദാസന്മാരോട് പറയുന്നു, തെറ്റുകളെ, കുഞ്ഞുങ്ങളുടെ മേലുള്ള തെറ്റുകളെ വ്യക്തമായി കണ്ടാൽ
മാതാപിതാക്കളും ദൈവദാസന്മാരും അത് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലാണ്ട് മോനെ നീ 4 മാസത്തിനകത്ത് വെച്ച് മഞ്ഞ് പെയ്യുന്ന ദേശത്ത് പോകുമെന്നുള്ള പറഞ്ഞ് അവരെ സുഖിപ്പിക്കുകയല്ല വേണ്ടത്. തെറ്റുകളെ തിരുത്തി ദൈവം പറയുന്ന പ്രവചനങ്ങളിൽ വെളിപ്പെടുത്തി വരട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് മാതാപിതാക്കളെ, കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടവരായിരിക്കാം. ഒരുപക്ഷെ മയക്കുമരുന്നിന് അടിമയായി കഴിയുന്ന കുഞ്ഞുങ്ങളായിരിക്കാം. ലോകത്തിന്റെ മയത്വത്തിൽ പോയ കുഞ്ഞുങ്ങളായിരിക്കാം. ഒരുപക്ഷെ ഒരു സമയത്ത് ആത്മീയമായി തീ പോലെ നിന്ന കുഞ്ഞുങ്ങൾ. ദൈവസന്നിധി അകന്നു പോയ മാതാപിതാക്കളിൽ സന്ദേശം കേൾക്കാം. ദൈവപുരുഷന്മാർ കർത്താവിന് വേണ്ടി അഹോരാത്രം അധ്വാനിച്ച് മറ്റുള്ളവർക്ക് ഒത്തിരി ഇടവിൽ നിന്നു. പക്ഷെ സ്വന്തം വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞു കാണില്ല. അതിൻ്റെ പേര് നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയ അവസ്ഥയായിരിക്കാം. ഭാരപ്പെടേണ്ട. നമുക്ക് വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ കർത്താവിനോട് നിലവിളിക്കാം. നമുക്ക് ഓരോരോ കണ്ണുനീരൊഴുക്കാം. നമ്മുടെ കണ്ണുകൾക്ക് വിശ്രമം കൊടുക്കാതെ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മീയ കണ്ണു തുറന്ന് ഈ പുസ്തകം നമ്മുടെ മുമ്പിലെടുത്ത് ഉയർത്തുന്ന കുഞ്ഞുങ്ങളാകണം. അവർ അമേരിക്കയിലാകട്ടെ, അവർ ഏത് പാപത്തിന്റെ മണ്ഡലത്തിൽ പോയാലും പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിലുള്ള കുഞ്ഞിനെ തൊടാൻ ഒരു ശക്തി കഴിയില്ല. പ്രാർത്ഥന ഒരു പ്രൊട്ടക്ഷനാണ്. പ്രാർത്ഥന ഒരു സംരക്ഷണ വലയമാണ്. അതേ മാതാവേ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ കൊച്ചു കുഞ്ഞായിരിക്കാം. അവൻ വളരട്ടെന്നല്ല, ആ കൊച്ചു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവന്റെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവന് വിവാഹ ജീവിതത്തിൽ ആരാണ് വിവാഹം? എല്ലാ മാതാപിതാക്കളും പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങളുടെ സ്റ്റാൻഡേർഡിലുള്ള, ഞങ്ങളുടെ പണത്തിലുള്ള, നല്ല ജോലിയുള്ള, അതിനുവേണ്ടി എങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. കർത്താവെ, എൻ്റെ വീട്ടിൽ വരെ എൻ്റെ കുഞ്ഞ്, കർത്താവെ എൻ്റെ മകളായിരിക്കണം, മകനായിരിക്കണം. കർത്താവെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിലും വേർപാടിലും പാപം തൊടാത്ത ഒരു തലമുറ ഞങ്ങൾക്ക് വേണമെന്ന് പ്രാർത്ഥിക്കുന്ന ഏത് മാതാപിതാക്കളുണ്ട്? ഇന്ന് തൊട്ടേ കരയണം. മാതാവേ, അബദ്ധങ്ങൾ വന്നതി വയ്ക്കാം. കഴിഞ്ഞ നാളുകൾ വചനത്തിന്റെ വെളിപ്പാട് നിങ്ങൾക്ക് കിട്ടാത്തതിന് പേരിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു കാണില്ലായിരിക്കാം. ഇരിക്കേ, ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കേ. ദൈവത്തോട് ഇങ്ങനെ പറയണം: കർത്താവെ, എനിക്ക് പ്രാർത്ഥിക്കാൻ കിട്ടിയ സമയം ഞാൻ വേസ്റ്റാക്കി കളഞ്ഞു. ദേവാലയത്തിൽ തലമുറകൾക്ക് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചകളിലും എല്ലാ കാത്തിരിപ്പ് യോഗങ്ങളിലും പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാനും എൻ്റെ മക്കളും ടിവിയുടെ മുമ്പിലും സിനിമയുടെ മുമ്പിലും നാട്ടുകാരെ കാര്യങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾ ജീവിച്ചു. കർത്താവെ, സോറി കർത്താവ്, ഒരു പ്രാവശ്യത്തേക്കൂടെ എന്നോട് ക്ഷമിച്ച്, ആ ശിംശോൻ പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യത്തേക്കൂടെ എന്നോട് ക്ഷമിച്ച് കർത്താവെ, എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് തിരിച്ചറിയണമേ. വഴികെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന തലമുറ, പെൺതലമുറ, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലക്കല്ലേ പ്രിയമുള്ളൊരു കേട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ ജീവിച്ച കാലഘട്ടം പോലുള്ള കാലഘട്ടമല്ല. ടെക്നോളജികൾ വിവിധ രീതിയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പാപം പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ തലമുറയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് പ്രാർത്ഥന. 2 വേണ്ടത് ഉപദേശവും വേർപാടും. നമ്മുടെ കുഞ്ഞുങ്ങളെ എന്തുടുക്കണമെന്ന് മാതാപിതാക്കൾ പഠിപ്പിച്ചിരിക്കണം. അവരുടെ കൂട്ടുകാരന്മാർ പറയുന്ന വസ്ത്രമല്ല, നമ്മൾക്ക് ദൈവവചനപ്രകാരം ഉടുക്കാൻ വസ്ത്രമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ധരിക്കാനുള്ള വസ്ത്രം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവർക്ക് കഴിക്കേണ്ട ഇടങ്ങളുണ്ട്. എല്ലായിടത്തും ഇരുന്ന് കഴിക്കാനുള്ള പ്രമാണം നമുക്കില്ല. അത് പറഞ്ഞു കൊടുക്കണം. 1-ാം സങ്കീർത്തനം പറയുന്നു: ദുഷ്ടന്മാരുടെ ആലോചന നടക്കരുത്, പാപിയുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ഇത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം. അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇരിക്കേണ്ട ഇടമുണ്ട്, കഴിക്കേണ്ട ആഹാരമുണ്ട്, കഴിക്കേണ്ട സ്ഥലമുണ്ട്, കൂട്ടുകൂടേണ്ട കൂട്ടുകാരുണ്ട്. അരുതാത്തതിൻ്റെ പിന്നാലെ പോകരുന്ന് കുഞ്ഞുങ്ങളെ ഉപദേശിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ആത്മീയ കണ്ണ് തുറക്കണം. ആത്മീയ കണ്ണ് തുറക്കണമെങ്കിൽ നമ്മൾ ദൈവസാന്നിധി നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്ന കോളേജ് ശരിയല്ല. നമ്മൾക്ക് പോകുന്ന കുഞ്ഞുങ്ങളുടെ സ്കൂളുകൾ ഒന്നും ക്രമീകരണമായിട്ടുള്ളതല്ല. നമ്മൾ പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ IT മേഖലകൾ, അവരുടെ ഉദ്യോഗസ്ഥ സ്ഥലങ്ങളൊന്നും സേഫ്റ്റി ആയിട്ടുള്ളതല്ല. പ്രിയമുള്ളവരെ, വെറും 3 വയസ്സുള്ള അല്ലെങ്കിൽ പിഞ്ചോപന കുഞ്ഞിനെ പോലും 20 വയസ്സുള്ളവൻ ലൈംഗികമായി പീഡിപ്പിച്ചെങ്കിൽ നമ്മുടെ കേരളത്തിനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളത്? എന്നാൽ ഞാൻ പറയട്ടെ, പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പും മനുഷ്യനിൽ നിൽക്കുന്ന പ്രതിസന്ധി വരാതിരിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ: പ്രാർത്ഥന, പ്രാർത്ഥന,
പ്രാർത്ഥന. എൻ്റെ കുഞ്ഞുങ്ങളോട് പറയുന്നു, ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ജീവിതത്തിനകത്ത് പണ്ട് ദൈവത്തിന് വേണ്ടി ശക്തമായി നിന്നു, ആരുടെയൊക്കെ വാക്ക് കേട്ടു, ആരുടെയൊക്കെ പ്രവർത്തിച്ച് കേട്ട് ദൈവത്തിന് അകന്ന് നിൽക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിനോട് പറയുക, നിങ്ങൾ കർത്താവിന് വിലയുള്ളവരാണ്, കർത്താവിന് മൂല്യമുള്ളവരാണ്. നാളെയുടെ നീളകളിൽ നിങ്ങളെ കൊണ്ട് ദൈവത്തിന് വലിയ കാര്യം ചെയ്യാനുണ്ട്. നമ്മുടെ സമൂഹത്തിൽ മാത്രമല്ല, ആലയത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ഭാവി വലുതാണ്, നിങ്ങളുടെ ജീവിതം വലുതാണ്. ചിലപ്പോൾ ചില തെറ്റുകൾ വീണ് പോയേക്കാം. കർത്താവിനോട് ഏറ്റു പറയുക, കർത്താവിനോട് ഏറ്റു പറഞ്ഞ് തിരിച്ചു വരാമോ? നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നൽപിതാവ്, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ദൈവദാസന്മാർ, സഭകൾ, ആരെങ്കിലും കർത്താവെ തങ്ങളുടെ യൗവന തലമുറകൾ, തൻ്റെ ബാല്യക്കാരായിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരിൽ നിന്ന് അകന്ന്, ദൈവത്തിൽ നിന്ന് അകന്ന്, ആരാധനയ്ക്ക് വരാതെ, പ്രാർത്ഥനയ്ക്ക് വരാതെ, ദൈവമായിട്ടുള്ള ബന്ധം വിട്ട് ദൈവം ഇല്ലെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ, ഈ മാതാക്കളുടെ കണ്ണുനീരിന്റെ ഫലം ഈ ദിവസങ്ങൾ അവർ കാണണം കർത്താവെ. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഓരോരോ കണ്ണുനീരൊഴിച്ച് ദൈവസന്നിധിയിൽ രാത്രിയിലും ആരംഭത്തിലും കർത്താവെ ദൈവസന്നിധി നിലവിളിക്കുവാൻ കർത്താവ് ഈ മാതാപിതാക്കളെ അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭകൾ യൂത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, യൗവന തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അഭിഷക്തന്മാരെ എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമഹത്വം വെളിപ്പെടണം കർത്താവെ. ഞാനിവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനസ്സ് തകർന്ന് ഉടഞ്ഞ് നിരാശപ്പെട്ട് എൻ്റെ കുഞ്ഞെൻ്റെ ആത്മീയ മണ്ഡലത്തിൽ നിന്ന് പോയല്ലോ, ഇനി അവൻ തിരിച്ചു വരില്ലേ എന്ന് ചിന്തിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാ പറയുന്നു, വരും. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ തീരുമാനം കഴിഞ്ഞ നാളുകളിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിപ്പാനും പരിശുദ്ധ ആലോചന പറയുമ്പോൾ കർത്താവെ, ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഞങ്ങളുടെ ആത്മീയ ലോകത്തിൽ നിൽക്കുന്ന സകലമാനവരുടെ മേൽ ഒരു ദൈവിക ശക്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രിയ ദൈവദാസന്മാരെ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്തെന്ന് ചോദിച്ചാൽ, നാളെയുടെ ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നക്ഷത്രങ്ങളെ പോലെ ആത്മലോകത്ത് ശോഭിപ്പാൻ വേറൊന്നും പറ്റില്ല. നിങ്ങൾ ക്രിക്കറ്റ് ടീമല്ല ഉണ്ടാക്കേണ്ടത്, അതുപോലെ തന്നെ ഫുട്ബോൾ ടീമല്ല ഉണ്ടാക്കേണ്ടത്, ജിംനാസ്റ്റിക് അല്ല ഉണ്ടാക്കേണ്ടത്, കുഞ്ഞുങ്ങളെ വശീകരിക്കുന്ന മറ്റൊന്നും നിങ്ങൾ ഉണ്ടാക്കിയാൽ ഇവർ ആത്മലോകത്ത് കാണില്ല. ചിലപ്പോൾ സഭയിൽ കണ്ടെന്ന് വരാം, സഭയിൽ നിങ്ങളുടെ അടുക്കൽ നിങ്ങളുടെ പ്രിയം കൊണ്ട് ചിലപ്പോൾ വന്നെന്ന് വരാം. പക്ഷേ ദൈവമായിട്ടൊരു ബന്ധത്തിൽ വരണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഉപദേശം കൊടുക്കണം, ഭക്തി ഉപദേശത്തിൽ അവരെ വളർത്തണം, വേർപാടിൽ അവരുടെ ജീവിതം കാത്തു സൂക്ഷിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ അനേകർക്ക് ഇത് ഷെയർ ചെയ്യുവാൻ നിങ്ങൾ മടിക്കേണ്ട. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.